ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 1 ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് ആനിമി സീരീസ് ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ കൈജു അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇത് കണ്ട് അവർ 3 പേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ ഒക്കാറു നോക്കുമ്പോൾ ആകാശമൊക്കെ പിച്ച് ബ്ലാക്ക് കളറായി മാറുന്നു. ഇത് കണ്ട് ഒക്കാറുവിന് മനസ്സിലാകുന്നു ഇതൊരു സ്പേസ് കൈജു ആണ്. കാരണം സെർപ്പോ ഏലിയൻസ് ക്രിയേറ്റ് ചെയ്തതുപോലെ ഈ കൈജു ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാരിയറിന് പറയുന്ന പേര് എംപ്റ്റി സ്പേസ് എന്നാണ്. ഇത് കേട്ട് മോമോ നമ്മളെങ്ങനെ ഈ സ്പേസ് കൈജുവിനെ ഡിഫീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അലറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവിടെ ഐറയും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ജീജി വരുന്നു. ജീജി ഐറയോട് ചോദിക്കുന്നു, ഐറ ഇവിടെ എന്താണ് നടക്കുന്നത്? പെട്ടെന്ന് എന്റെ കൂടെയുള്ള എല്ലാവരും ഡിസപ്പിയർ ആയി. ഇത് കേട്ട് ഐറ നമുക്ക് എത്രയും പെട്ടെന്ന് മോമയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഐറ വേഗത്തിൽ പോകുന്നു. ഇങ്ങനെ അവർ രണ്ടുപേരും നോക്കുമ്പോൾ മോമയും ഒക്കാറോനും കിൻഡയും ഓടി വരുന്നത് അവർ കാണുന്നു. മോമോ പറയുന്നു, പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇതൊരു സ്പേസ് കൈജു ആണ്. ഇത് കേട്ട് ഐറയും ജീജിയും ആ സ്പേസ് കൈജുവിനെ കാണുന്നു. അതിനെ കണ്ടതും ബാക്കിയുള്ളവരെ പോലെ ഐറയും ജീജിയും പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ കിൻഡ അവിടെ വീണു പോകുന്നു. ഇത് കണ്ട് മോമോ അവനോട് പെട്ടെന്ന് എണീറ്റ് ഓടാൻ പറയുന്നുണ്ട്. ബട്ട് കിൻഡ പറയുന്നു, എനിക്കിനി ഓടാൻ സാധിക്കില്ല. അപ്പോൾ പുറകിൽ നിന്ന് ആ കൈജു കിൻഡ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് മോമയും ഐറയും ചേർന്ന് ആ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. ഒക്കാറും പോയി കിൻഡയെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ദെൻ മോമോ ജീജിയോട് കിൻഡയെ സേഫായി വെളിയിലെത്തിക്കാൻ പറയുന്നു. അപ്പൊ ഐറ പറയുന്നു, മിണ്ടാതിരിക്കെ, ഞാനാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് പറഞ്ഞു മോമോ പറഞ്ഞതുപോലെ കിൻഡയെ സേഫായി വെളിയിൽ കൊണ്ടുപോകാൻ പറയുന്നു. ഇത് കേട്ട് ജീജി കിൻഡയും എടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഐറ ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ആ കൈജുവിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. ഇത് വർക്കാവില്ലെന്ന് മനസ്സിലാക്കി ഐറ ആ കൈജുവിന്റെ കണ്ണ് തന്റെ മുടി ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കൺട്രോൾ തെറ്റി കൈജു നിലത്ത് വീഴാൻ വേണ്ടിയാണ് ഐറ ശ്രമിക്കുന്നത്. ബട്ട് കൈജു തന്റെ ഇലക്ട്രിക് ബീം ഉപയോഗിച്ച് ഐറയുടെ മുടി ഇല്ലാതെയാക്കുന്നു. എന്നിട്ട് ആ ഇലക്ട്രിക് ബീം ഉപയോഗിച്ച് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഐറ ഒരു കാർ എടുത്ത് ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ദെൻ ഐറ മോമയോട് പറയുന്നു, അതിന്റെ കാലിൽ അറ്റാക്ക് ചെയ്യും. ഇത് കേട്ട് മോമോ ഒരു കാർ എടുത്ത് ആ കൈജുവിന്റെ കാലിൽ എറിയുന്നു. പെട്ടെന്ന് ആ കൈജു തന്റെ വാൽ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ജസ്റ്റ് മിസ്സായത് കൊണ്ട് അവർ രക്ഷപ്പെടുന്നു. ഇത് കണ്ട് ഐറ യഥാർത്ഥ ലീഡർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഐറ അവിടെ ഉണ്ടായിരുന്ന ഒരു ടവർ എടുത്ത് ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം ആ കൈജു വീഴാൻ പോകുന്നു. ഇത് കണ്ട് ഐറ അത് വീണെന്ന് കരുതി മോമയോട് പറയുന്നു, ഇങ്ങനെയാണ് യഥാർത്ഥ ലീഡർ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഐറ നിൽക്കുമ്പോൾ ആ കൈജു വന്ന് ഐറയെ പിടിക്കുന്നു. ആ കൈജു ഐറയെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് മോമോ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഇത് കാരണം ഐറ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ മോമോ പറയുന്നുണ്ട്, നീ ഒരു ലീഡർ ആണെന്നല്ലേ സ്വയം പറയുന്നത്, എന്നിട്ട് നിനക്ക് ഒരു ടീം വർക്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. മോമോ കണ്ണിൽ കണ്ട സാധനമൊക്കെ എടുത്ത് കൈജുവിന്റെ നേരെ എറിയുന്നു. ഇത് കേട്ട് ഐറക്ക് മനസ്സിലാക്കുന്നു ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കാരണം ഐറ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. ഇത് കണ്ട് കൺട്രോൾ പോയി കൈജു തന്റെ ഇലക്ട്രിക് ബീം ഉപയോഗിച്ച് അവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഒക്കാറും ചോദിക്കുന്നു, ഇതിപ്പോ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഓടുമ്പോൾ ആ കൈജുവിന്റെ അറ്റാക്ക് അവർ കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ ആ കൈജു വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ മോമോ തന്റെ പവർ യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഒക്കാറോൻ മേ ബി ഈ കൈജു ഡൈനോസറിന്റെ വംശമായിരിക്കും ആൻഡ് ഇതിപ്പോ സ്പേസിൽ സർവൈവ് ചെയ്യുന്ന വിധത്തിൽ ഇവോൾവ് ചെയ്തതായിരിക്കാം. മേ ബി ഇതൊരു അൺനോൺ കോസ്മിക് എനർജി ആയിരിക്കും തന്റെ കൊമ്പിലൂടെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നത്. നമുക്കതിന്റെ ലൈറ്റ് സോഴ്സ് എവിടെയാണെന്ന് മനസ്സിലായാൽ നമുക്കതിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട് ഐറ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് പോകുന്നു. കൈജു ഐറയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് ഐറ അതിൽ നിന്നൊക്കെ ഈസിയായി ഒഴിഞ്ഞു മാറുന്നു. ഇത് കണ്ട് മോമോ ആ കൈജുവിന്റെ ഇലക്ട്രിക് ബീം പിടിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം കൈജു അവിടെ വീണു പോകുന്നു. ഇത്ര സമയം അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു അറ്റാക്ക് മാത്രമാണ് കുറച്ചെങ്കിലും എഫക്ട് ചെയ്തത്. ഐറ അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നോക്കുമ്പോൾ അവിടെ കൈജുവിനെ കാണുന്നില്ല. ഇത് കണ്ട് ഐറ കരുതുന്നത് കൈജു അവളെ കണ്ട് പേടിച്ചോടിയെന്നാണ്. ഇത് കണ്ട് മോമോ ആ കൈജു ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ഐറ അതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ആ കൈജു ഐറ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇത് കണ്ട് ഒക്കാറുൻ അവളോട് ജമ്പ് ചെയ്യാൻ പറയുന്നു. ഇത് കാരണം ഐറ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഐറയ്ക്ക് ഇപ്പോഴും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇത് കണ്ട് ഒക്കാറുൻ നിനക്കതിനെ കാണാൻ സാധിക്കില്ല, ബട്ട് അത് അവിടെ തന്നെ ഉണ്ട്. ഇത് കേട്ട് ഐറ എന്ത് ഇൻവിസിബിൾ ആണെന്നോ എന്ന് പറഞ്ഞ് ഐറ ആക്രോബാറ്റിക് സിലിക്കായി മാറുന്നു. ഇങ്ങനെ ഐറ നോക്കുമ്പോൾ പെട്ടെന്ന് കൈജു തന്റെ ഇലക്ട്രിക് ബീം ഉപയോഗിച്ച് ഐറയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് മോമയും ഒക്കാറുനും ഷോക്കായി നിൽക്കുന്നു. ഇവിടെ ജീജിയാണ് കാണിക്കുന്നത്. കിൻഡ ചോദിക്കുന്നു, ഇവിടെ എന്താണ് നടക്കുന്നത്, എവിടെ നിന്നാണ് ആ കൈജു വന്നത്? ഇങ്ങനെ പോകുമ്പോൾ ജീജി കിൻഡയോട് പറയുന്നുണ്ട്, നിന്റെ വിയർപ്പ് എന്റെ ശരീരത്തിൽ ആകാതെ നോക്കണം. ഇത് കേട്ട് കിൻഡ കരുതുന്നത് ജീജി തന്നെ അപമാനിക്കുന്നതാണെന്നാണ്. നിന്നെ പോലുള്ള ഹാൻഡ്സമായ ആളുകൾ എല്ലാവരും ഇങ്ങനെയാണോ? ഇത് കേട്ട് ജീജി, നിനക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഇത് കേട്ട് കിൻഡ, നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് കിൻഡ തന്റെ വിയർപ്പ് അവന്റെ മുഖത്താക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ജീജി, പ്ലീസ്, നിനക്കറിയില്ല അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. ബട്ട് കിൻഡ അതൊന്നും കേൾക്കാതെ അവന്റെ മുഖത്ത് വിയർപ്പാക്കുന്നു. ഇത് കാരണം ജീജി ഈ വിലയായി മാറാൻ തുടങ്ങുന്നു. ബട്ട് ജീജി എങ്ങനെയൊക്കെയോ അത് കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് കിൻഡയോട് പറയുന്നു, നിനക്കറിയില്ല നീ ഇപ്പൊ എന്താണ് ചെയ്യാൻ പോയതെന്ന്, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്.
ചെയ്യരുത്. അപ്പൊ കിൻഡ തന്റെ ബോഡി ഇളക്കുന്നു. ഇത് കാരണം അവരുടെ ശരീരത്തിലെ വിയർപ്പ് ജിജിയുടെ ശരീരത്തിലാകുന്നു. പെട്ടെന്ന് തന്നെ ജിജി ഈവിലയായി മാറുന്നു. ഈവിലൈ കിൻഡയെ കണ്ട് നീ ആരാണ്? നിനക്ക് എന്റെ കൈ കൊണ്ട് മരിക്കണോ? ഇത് കണ്ട് കിൻഡ നോക്കുമ്പോൾ ജിജിയുടെ ഫേസ് മാറിയത് കിൻഡയ്ക്ക് മനസ്സിലാകുന്നു. എനിക്ക് നീ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഈവിലൈ തന്റെ ബാഗ് എടുത്ത് വലിച്ചെറിയുന്നു. ഇത് കണ്ട് കിൻഡ എനിക്കറിയില്ലായിരുന്നു നിനക്കും ടാക്കക്കുറെ പോലെ പവർ ഉണ്ടെന്ന്. ബട്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഈവിലൈ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് കിൻഡ ഹേ നീ എന്നെ തനിച്ചാക്കി എവിടെയാണ് പോകുന്നത്? നിന്നോട് എന്നെ സേഫ് ആയി ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞതല്ലേ? ഇത് മോമോ ഏജി അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ എന്നിങ്ങനെ ഈവിലയെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട് ഈവിലൈ മോമോ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് കിൻഡ നിന്നോടല്ലേ മോമോ പറഞ്ഞത് എന്നെ അവളുടെ വീട്ടിലെത്തിക്കാൻ? ഇത് കേട്ട് ഈവിലൈ ഇന്ന് ഒക്കാറിനോട് ഫൈറ്റ് ചെയ്യേണ്ട ദിവസമാണെന്ന് കരുതി ഹാപ്പിയായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട് കിൻഡയും അവന്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ കൈജുവിന്റെ അറ്റാക്ക് കാരണം ബോധം പോയ ഐറെ വീണ്ടും കൈജു അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ അത് ഐറെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് ഒക്കാറൂൻ തന്റെ ഫുൾ ത്രോട്ടൽ ഉപയോഗിച്ച് ഐറെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഒക്കാറൂൻ ഇന്ന് 2 തവണ ഫുൾ ത്രോട്ടൽ യൂസ് ചെയ്തത് കൊണ്ട് അവൻ ഇന്നിനി ട്രാൻസ്ഫോം ആകാൻ സാധിക്കില്ല. ഇങ്ങനെ ഒക്കാറൂൻ താഴേക്ക് വീകുമ്പോ പെട്ടെന്ന് മോമോ അവനെ രക്ഷിക്കുന്നു. കൈജു അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നേരത്തെ ഈവിലൈ എറിഞ്ഞ ബാഗ് കൊണ്ട് കൈജുവിന്റെ തലക്ക് ഒരു അടി കിട്ടുന്നു. ഇങ്ങനെ ഇവർ ഇത്ര സമയം അറ്റാക്ക് ചെയ്തിട്ടും വീകാത്ത കൈജു ഈവിലയുടെ ബാഗ് കാരണം വീണ് പോകുന്നു. ഈ സമയം മുതലെടുത്ത് മോമോ അവരെയും പിടിച്ച് അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. മോമോ പറയുന്നു നമ്മളിപ്പോ ബാരിയറിന്റെ അകത്താണുള്ളത്, അതുകൊണ്ട് ഈ സ്ഥലം സേഫ് ആയിരിക്കും. അപ്പൊ ഒക്കാറും പറയുന്നു മിസ് അയാസെ മിസ് ഷിറിറ്റോറിക്ക് എന്തോ സംഭവിച്ചു, അവർ എന്നെ വിടുന്നില്ല. ഇത് കേട്ട് മോമോ അതെന്താണെന്ന് നോക്കുമ്പോ ഐറ മനഃപൂർവ്വം ബോധം കെട്ടതുപോലെ ആക്ട് ചെയ്ത് ഒക്കാറുവിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു. ഇത് കണ്ട് മോമോ അവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഐറയോട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഈവിലൈ വരുന്നുണ്ട്. ഓ നിങ്ങൾ വന്നോ, ഞാൻ കുറെ നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു, വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇത് കേട്ട് ഒക്കാറൂൺ നമ്മൾ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം ഇതല്ല. ഇത് കേട്ട് ഈവിലൈ സാഡ് ആകുന്നു. മോമോ ഒക്കാറിനോട് പറയുന്നു നമുക്ക് ഈവിലയോട് നമ്മുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? ഇത് കേട്ട് ഒക്കാറൂൺ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, അവൻ എന്റെ കൂടെ മാത്രം ഫൈറ്റ് ചെയ്യാൻ പ്രോമിസ് ചെയ്തതാണ്. ഇപ്പൊ നമ്മളത് ചേഞ്ച് ചെയ്താൽ അവൻ നാളെ നമ്മളെ അറ്റാക്ക് ചെയ്യും. ദെൻ ഒക്കാറൂൺ മിസ് സൈക്കോ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് മോമോ മുത്തശ്ശി ഇന്നൊരു TV ഷോയിൽ ഗസ്റ്റ് ആയി പോയതാണ്, ഞാനും ഐറയും വിചാരിച്ചാൽ ആ കൈജുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ മോമയുടെ തല വീട്ടിൽ ടച്ച് ചെയ്തപ്പോ നാനോസ്കിൻ അതിന് റിയാക്ട് ചെയ്യുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ മിസ് ആയാസെ നിങ്ങളത് കണ്ടോ, നിങ്ങൾ ടച്ച് ചെയ്ത ഭാഗം ഗ്ലോ ചെയ്യുന്നു. ഇവിടെ കൈജു മോമയുടെ വീട് ലക്ഷ്യമാക്കി വരുന്നു. ഇത് കണ്ട് കിൻഡ ആ കൈജു ഇവിടേക്കാണ് വരുന്നത്. ഇതേ സമയം ഒക്കാറൂൺ ഒരു നാനോസ്കിൻ വെളിയിലെടുക്കുന്നു. എന്നിട്ട് മോമയോട് പറയുന്നു മിസ് ആയാസെ നിങ്ങൾ ടച്ച് ചെയ്തപ്പോ ഇതാണ് ഗ്ലോ ചെയ്തത്, നമ്മൾ ഈ വീട് നിർമ്മിച്ചത് നാനോസ്കിൻ കൊണ്ടാണ്. ഇത് കേട്ട് മോമോ അതിനിപ്പോ എന്താണ്, നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഒരു വലിയ കൈജു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഒക്കാറൂൺ അതൊരു സ്പേസ് കൈജു ആണ്, സോ മേ ബി ഒരു ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അവർ എല്ലാവരും വീടിനകത്തേക്ക് പോകുന്നു. മോമോ ഒക്കാറൂണിനോട് ചോദിക്കുന്നു ഒക്കാറൂൺ നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത് കേട്ട് ഒക്കാറൂൺ ഈ വീട് നിർമ്മിച്ചത് നാനോസ്കിൻ ഉപയോഗിച്ചാണ്, ആൻഡ് നാനോസ്കിൻ നിർമ്മിച്ചത് അൾട്രാ ഹൈ ഡെൻസിറ്റി നാനോ മെഷീൻസ് കൊണ്ടാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് നാനോസ്കിൻ നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിക് സിഗ്നൽസ് ക്യാച്ച് ചെയ്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ച ഇമേജ് നിർമ്മിക്കും. ഇത് കേട്ടിട്ടും മോമോക്ക് പ്ലാൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒക്കാറൂൺ പറയുന്നു ഇപ്പൊ നിങ്ങൾ ഈ വീട് മുഴുവനും ഒരൊറ്റ നാനോസ്കിനായി ഇമാജിൻ ചെയ്യുക, സോ ഞാൻ ഈ വീടിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഒക്കാറൂൺ എന്തോ ഇമാജിൻ ചെയ്യുന്നു. ഇത് കണ്ട് മോമോ നീ എന്താണ് ചെയ്യുന്നത്? ഇത് കണ്ട് ഒക്കാറൂൺ എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലും വലിയ സാധനം ഇമാജിൻ ചെയ്യുകയാണ്. ഈ ടൈമിൽ ഐറ പേടിക്കുന്നത് പോലെ ആക്ട് ചെയ്ത് ഒക്കാറിന്റെ അടുത്ത് പോയിരിക്കുന്നു. ബട്ട് ഒക്കാറൂന് നല്ലപോലെ ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ കിൻഡ പറയുന്നു ടാക്കക്കുറ നിനക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാം. കിൻഡ പറയുന്നു നാനോസ്കിൻ സൈഫൈ ആണ്, ആൻഡ് ഞാനൊരു സൈഫൈ എക്സ്പേർട്ടും, എന്റെ പേര് കിൻഡ സാക്കട്ട എന്ന് പറഞ്ഞ് കിൻഡ ഇമാജിൻ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കാരണം ആ വീട് മുഴുവനും ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നു. അവസാനം കറങ്ങിത്തിരിഞ്ഞ് എല്ലാവരും അവരുടെ പൊസിഷനിൽ വന്നിരിക്കുന്നു. ആ വീടിപ്പോ മുഴുവനായി ട്രാൻസ്ഫോം ആകാൻ തുടങ്ങുന്നു. അങ്ങനെ അതൊരു ബുദ്ധിയുടെ രൂപത്തിലുള്ള ഒരു റോബോട്ടായി മാറുന്നു. ഇത് കണ്ട് കിൻഡ ഇതെന്താണ്? ഒക്കാറും പറയുന്നു സാക്കട്ട നിന്റെ ഇമാജിനേഷൻ വളരെ അടിപൊളിയാണ്. ഇത് കേട്ട് കിൻഡ ഞാൻ ഇതല്ല ഇമാജിൻ ചെയ്തത്. ഇത് കേട്ട് മോമോ സോറി ഗൈസ് ഇതെന്റെ മിസ്റ്റേക്ക് ആണ്, നമുക്ക് വലിയ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ ഞാനാണ് ഈ ബുദ്ധി ഇമാജിൻ ചെയ്തത്. ഇത് കേട്ട് കിൻഡ ദേഷ്യപ്പെടുന്നു. ബട്ട് കുഴപ്പമില്ല, എനിക്കൊരു ജയന്റ് റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചല്ലോ. അപ്പൊ ഐറ പറയുന്നു മിണ്ടാതിരിക്കടാ, നീ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈവിലൈ വന്ന് എനിക്ക് എല്ലാവരും കൊല്ലണമെന്ന് പറയുന്നു. ദെൻ കിൻഡ പറയുന്നു ഈ റോബോട്ടിന്റെ പേര് ദി ഗ്രേറ്റ് കിൻഡ ബുദ്ധിസാറ്റ്വ സെറ്റ വെർഷൻ, സോ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട സമയമായി. ഇത് കേട്ട് മോമോ അതൊക്കെ ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.